Good afternoon. Good afternoon, ma'am. 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 ഇന്ന് റീസ മിസ് ലീവ് ആണ് കേട്ടോ. അപ്പൊ മിസ് ആണ് കേട്ടോ എനിക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഫസ്റ്റ് ഓക്കെ. നമുക്ക് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലൊക്കെ വഴി ഇൻഫെക്ഷൻസ് കുറച്ചായി അല്ലേ? ഇനി പ്രിവെൻഷൻ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്താണ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ ചെയ്യുന്ന രീതികൾ എടുത്തു അല്ലെ മിസ്? നെക്സ്റ്റ് ആ ഒരു ഇൻഫെക്ഷൻസിനെ തടയുന്നതിനുള്ള അല്ലെ തടസ്സം സൃഷ്ടിക്കുന്നതിനുള്ള മാർഗങ്ങള് ഏതൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാം, ആ ഒരു സ്പ്രെഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാം? സാനിറ്റേഷൻ ചെയ്യാം അല്ലെ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം, പിന്നെ എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യാം. മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ. പ്രിക്കോഷൻസ് PPE കിറ്റുകൾ പോലെയുള്ള എന്താണ് പ്രിക്കോഷൻസ് സ്വീകരിക്കാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ എന്താണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കാം അല്ലെ പേഷ്യൻസിനെ, ആണോ? നമ്മ ഇതിലാണ് കൊറോണ വന്ന സമയത്ത് കേട്ടതല്ലേ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അല്ലെ ആ ഒരു പേഷ്യൻസിനെ നമ്മ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്നുണ്ട് അല്ലെ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ അല്ലെ, മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. അപ്പൊ എന്താണ് ഐസൊലേഷൻ? ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഇതൊക്കെ. നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രിവെൻഷൻ അല്ലെ, തടയ, പ്രതിരോധം അല്ലെ. അപ്പൊ നോക്കിയേ, controlling nosocomial infection is to implement quality QA, quality assurance and or quality control measures to the healthcare sectors. എന്താണ് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പേഷ്യൻസിന്റെ ഇടയിൽ ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കുക? ക്വാളിറ്റി അഷുറൻസ് അല്ലെ, എന്താണ് ഗുണനിലവാരം ഉറപ്പുവരുത്തുക അല്ലെ. നമ്മ എന്താണ് സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹാൻഡ് വാഷിംഗ് അല്ലെ തുടങ്ങിയ പ്രോസസ്സുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. കൂടാതെ എന്താണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ, ഗുണനിലവാര നിയന്ത്രണങ്ങൾ പോലെയുള്ള മെഷേഴ്സുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്നീ നടപടികൾ നമ്മ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിൽ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽത്ത് കെയർ സെറ്റിംഗ്സില്, ഹെൽത്ത് കെയർ സെക്ടേഴ്സില് ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുക, അതേപോലെ ക്വാളിറ്റി നിയന്ത്രണം എന്നീ നടപടികൾ തുടങ്ങിയ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ തുടങ്ങിയ മെഷേഴ്സ് നമ്മുടെ ഹെൽത്ത് സെക്ടേഴ്സിൽ നടപ്പിലാക്കുക. And evidence-based management can be feasible approach. എന്താണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് സമീപനം? എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് ഉപയോഗിച്ചാണിട്ട് നമുക്ക് ഡിസിഷനിലേക്ക് എത്തിച്ചേരാം. ഇപ്പൊ നമുക്ക് കൊറോണയുടെ സമയത്ത് നമ്മളെടുത്ത് പറഞ്ഞു മാസ്ക് ധരിക്കാം, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇത്ര മീറ്റർ അകലം പാലിക്കുക എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞേ? ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞേ
എവിഡൻസ് ബേസ്ഡ് ചെയ്തിട്ടാണ് അല്ലെ അവരങ്ങനെ ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കണ്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് നമ്മൾ സ്വീകരിക്കുന്നത് ഇതിന് എന്താണ് പ്രായോഗികമായിട്ടുള്ള സമീപനമാണ്. നമ്മുടെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക സമീപനമാണ്. ഓക്കെ, അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, അവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫെക്ഷൻസ് പടരുന്നത് തടയുന്നതിനുള്ള ഒരു പ്രായോഗിക സമീപനമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദീസ് ആർ ദ ഫോളോയിങ് വേസ് ടു പ്രിവെന്റ് HAI. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് തടയുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെ, വഴികള് താഴെ കൊടുത്തിരിക്കുന്നവയാണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? സാനിറ്റേഷൻ അല്ലെ. എന്താണ്? ശുചിത്വ പ്രവർത്തനങ്ങൾ അല്ലെ, ശുചീകരണം. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ concerning uniforms, equipment, sterilization, washing and other preventive measures. എന്താണ്? നമ്മ ഹോസ്പിറ്റലില് സാനിറ്റേഷൻ നടപടിക്രമങ്ങൾ അല്ലെ, സാനിറ്റേഷൻ പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുക അല്ലെ, നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. എന്താണ്? കൺസേണിങ് യൂണിഫോംസ് അല്ലെ, ബന്ധപ്പെട്ട നമുക്ക് ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, പിന്നെ എന്താണ് സർജറി ചെയ്യുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്ന യൂണിഫോമുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള യൂണിഫോമുകള്, എക്യുപ്മെന്റുകള് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ. ഒരാളിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ് മറ്റൊരാളിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്റ്റെറിലൈസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താണ്? കഴുകുക. അതുപോലെ തന്നെയുള്ള മറ്റ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകൾ, നമുക്ക് രോഗകാരികളെ തടയുന്നതിനുള്ള മറ്റ് കാര്യങ്ങളും കൂടി മെഷേഴ്സുകൾ കൂടി ഉപയോഗിക്കുക. ഓക്കെ ആണോ? എന്താണ്? നമ്മുടെ ബന്ധപ്പെട്ട അല്ലെ, നമ്മ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന യൂണിഫോമുകള്, നമ്മുടെ പേഷ്യൻസിലെ സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന യൂണിഫോമുകളൊക്കെ ശരിയായ രീതിയിൽ കഴുകുക. പിന്നെ എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുക. മറ്റ് പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗകാരികള് എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള മറ്റ് മാർഗങ്ങൾ കൂടി സ്വീകരിക്കുക. thorough hand washing and or use of alcohol drugs by all medical personnel before and after each patient contact is one of the most effective ways to fight nosocomial infections. എന്താണ്? അവര് ശരിയായ രീതിയിൽ അല്ലെ, എന്താണ് മുഴുവനായും അവരെ കൈകൾ കഴുകുക. അല്ലെങ്കിൽ അവരെ കൈകൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൽക്കഹോൾ റബ്ബുകൾ അല്ലെ, ആൽക്കഹോൾ കണ്ടന്റുകളൊക്കെ അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ഒരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പോ അല്ലെ തൊട്ടതിന് ശേഷവും ഇങ്ങനെയുള്ള ഹാൻഡ് വാഷിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ റബ്ബുകളൊക്കെ ഉപയോഗിച്ച് ഹാൻഡ് റബ്ബ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മെഷറാണ്. ഓക്കെ, നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് മറ്റൊരാളിലേക്ക് പടരുന്നത് തടയുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള അല്ലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷറാണ് എന്ത്? ഹാൻഡ് വാഷിംഗ്. ഇത് ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ ഹാൻഡ് റബ്ബ് ചെയ്യുക. അതെപ്പോഴാണ്? ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു രോഗിയെ തൊട്ടതിന് ശേഷം, അവരുമായി കോണ്ടാക്ട് വന്നതിന് ശേഷവും എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവരുടെ കൈകള് മുഴുവനായും കഴുകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആൽക്കഹോൾ കണ്ടന്റുകളുള്ള സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് ഹാൻഡ് റബ്ബ് ചെയ്യുക. ഇത് ഏറ്റവും
ഫലപ്രദമായിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് sanitizing surfaces is part of control measures to reduce lessen nosocomial infection in healthcare environment, notwithstanding sanitation protocol. നമ്മുടെ സാനിറ്റേഷൻ പ്രോട്ടോകോളുകള് മാത്രമല്ലാണ്ട് എന്ത് ചെയ്യുക, സാനിറ്റൈസിങ് സർഫസസ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ്. എന്താണ്, നമ്മ സർഫസുകള് ഇപ്പൊ രോഗി ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെ സർഫസുകൾ എന്ത് ചെയ്യുക, നമ്മ ഇത്തരത്തിലുള്ള സാനിറ്റൈസിങ് പ്രവർത്തനങ്ങൾ നടത്തുക അല്ലെ. അവിടെ സ്റ്റെറിലൈസ് ചെയ്യുക, അവിടെ ക്ലീൻ ചെയ്യുക, പ്രതലങ്ങളൊക്കെ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് നാടിട്ട് അവിടെയൊക്കെ തുടയ്ക്കുക അല്ലെ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഫെക്ഷൻസ് പകരുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ എന്താണ് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നിലമൊക്കെ തുടക്കാറുണ്ടോ? കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് തുടക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്? ഫിനോയില്, ഡെറ്റോള് എന്താണ് ഇൻഫെക്ഷൻസിനെ കളയാൻ വേണ്ടിയിട്ടല്ലേ, നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള മെഷേഴ്സുകള് നമ്മുടെ സർഫസുകള് നമ്മുടെ ജസ്റ്റ് അണുവിമുക്തമാക്കാനായിട്ട് അല്ലെ. അപ്പൊ സാനിറ്റൈസിങ് സർഫസുകൾ അല്ലെ, നമ്മുടെ രോഗി ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള എന്താണ് സർഫസുകള് സാനിറ്റൈസിങ് പ്രവർത്തനങ്ങൾ നടത്തുക. നെക്സ്റ്റ് പറയുന്നത് in healthcare environment, notwithstanding sanitation protocol, patient cannot be completely isolated from communicable agents. അല്ലെ, നമ്മൾ ഇത്തരത്തിലുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോളുകള് സാനിറ്റേഷൻ പ്രവർത്തനങ്ങള് നടത്തി കഴിഞ്ഞാലും നമുക്ക് പേഷ്യൻസിനെ മുഴുവനായിട്ടും ആ ഒരു കമ്മ്യൂണിക്കബിൾ ഏജൻസുകളിൽ നിന്ന് ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും എന്താണ് നമുക്ക് പേഷ്യൻസിനെ മൈക്രോബ്സുകളിൽ നിന്ന് അല്ലെ, രോഗകാരികളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു പരിധി വരെ അല്ലെ, ഒരു പരിധി വരെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. മുഴുവനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ അല്ലേ ഇത്? നെക്സ്റ്റ് പറയുന്നത് moreover patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. This may enlarge the selection pressure for the emergence of resistant strains. എന്താണ്, അപ്പൊ അവരെ ആ ഒരു രോഗം പ്രതിരോധിക്കാനുള്ള കഴിവ് അല്ലെ, ആ ഒരു ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടണം അല്ലെ, ആണോ? അപ്പൊ അവര് ഇൻഫെക്ഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാലോ, പ്രതിരോധിക്കാൻ കഴിവ് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ അതിനൊക്കെ ഉപരിയായി, അപ്പൊ ഇങ്ങനെയുള്ള സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി എന്താണ് രോഗചികിത്സയ്ക്കായിട്ട് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകള് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകള് ഉപയോഗിക്കാൻ പേഷ്യൻസിനോട് നിർദ്ദേശിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഇങ്ങനെയുള്ള ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകള് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകൾ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവരെന്ത് കാര്യമാണ് റെസിസ്റ്റൻസ് പവർ അല്ലെ, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, അത് ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും എന്താണ് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ മുഴുവനായിട്ടും ഇത്തരം ഇൻഫെക്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ രോഗകാരികളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഒരു പരിധി വരെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവരോടത്ത് ആ ഒരു രോഗചികിത്സയുടെ ഭാഗമായിട്ട് ആന്റിമൈക്രോബിയൽ
ഡ്രഗ്സുകൾ, അതായത് നമ്മളെ വൈറസിന് ഫംഗിക്കൊക്കെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സുകള്. അപ്പൊ അങ്ങനെയുള്ള മൈക്രോബിയൽ ഡ്രഗ്സുകളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകളോ ഉപയോഗിക്കാനായിട്ട് പേഷ്യൻസിനോട് നിർദ്ദേശിക്കാറുണ്ട്, അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അത് ഉപയോഗിക്കുന്നത് മൂലം അവർക്ക് ആ ഒരു ഇൻഫെക്ഷൻസിനെ തടയുന്നതിനുള്ള അല്ലെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനുള്ള ആ ഒരു റെസിസ്റ്റൻസ് പവർ അവർക്ക് ലഭിക്കുന്നു. ഓക്കെ, വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. സാനിറ്റേഷൻ ഒക്കെ ചോദിക്കാട്ടോ. Hospital must have dash protocols concerning uniform, equipment, sterilization, washing and other preventive measures എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാട്ടോ. സാനിറ്റേഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ which are the preventive measures in hospital എന്ന് ചോദിക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്റ്റെറിലൈസേഷൻ. സ്പില്ലേജ് വേസ്റ്റ് എടുത്തോ നിങ്ങൾക്ക്? സ്പില്ലേജ് വേസ്റ്റ് എടുത്തോ? അധികം സ്റ്റെറിലൈസേഷൻ ഒക്കെ എടുത്തോ മിസ്? സ്റ്റെറിലൈസേഷൻ ഒക്കെ എടുത്തോ മിസ്? എടുത്തിട്ടില്ല. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മ എന്താണ്, ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ടോ എന്താണ് അണുവിമുക്തമാക്കുന്നതിനെയാണ് നമ്മ എന്ത് പറയുന്നത്, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുക, ഉയർന്ന നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ, മൈക്രോവേവിംഗ് അല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവിംഗ് പോലെയുള്ള പ്രോസസ്സുകളിലൂടെ അണുവിമുക്തമാക്കുന്നതാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ജസ്റ്റ് സാനിറ്റൈസിങ്. എടുത്തു അല്ലെ? ഓക്കെ, മിസ് എടുത്തു, CSSD എടുത്തു അല്ലെ മിസ്? CSSD എടുത്തു അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയേ സ്റ്റെറിലൈസേഷൻ അല്ലെ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ് അല്ലെ. നമ്മുടെ സാനിറ്റൈസിംഗിലും കൂടുതൽ, ശുചിയാക്കൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റെറിലൈസേഷനിലൂടെ മൈക്രോബുകളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ എന്താണ് ഫീഡിംഗ് ബോട്ടിൽ മേടിക്കാറുണ്ട് അല്ലെ. ഫസ്റ്റ് ഒരു 4 മാസം 5 മാസം ഒക്കെ കഴിയുമ്പോൾ ഫീഡിംഗ് ബോട്ടിൽ മേടിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ നമ്മ അത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് അപ്പൊ അങ്ങനെ തന്നെ നമ്മ കൊടുക്കാറുണ്ടോ? കൊച്ചുങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മ എന്ത് ചെയ്യും? അണുവിമുക്തമാക്കാറുണ്ട് അല്ലെ. ഒരു പാത്രത്തില് വെള്ളം ചൂടാക്കി അല്ലെ, അതിലിട്ട് തിളപ്പിച്ച് അണുവിമുക്തമാക്കിയിട്ടല്ലേ കൊടുക്കാറ്? സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് സാനിറ്റൈസിങ്ങിൽ കൂടുതൽ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ രീതിയിലൂടെ മൈക്രോബ്സുകളെ നമുക്ക് നശിപ്പിക്കാനായി സാധിക്കുന്നു. ഇറ്റ് ഡിസ്ട്രോയ്സ് all microbes on equipment on end surfaces through exposure to chemicals, ionizing radiation, dry heat or steam under pressure. എന്താണ് വേരിയസ് ടൈപ്സിലുള്ള എന്താണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുകളിലൂടെ നമുക്ക് എന്താണ് സർഫസുകളിലെയും എക്യുപ്മെന്റുകളിലെയും മൈക്രോബ്സുകളെ നശിപ്പിക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ച്, ഉയർന്ന അളവിലെ നീരാവി ഉപയോഗിച്ച്, ഉയർന്ന അയണൈസിംഗ് റേഡിയേഷൻസ് ഉപയോഗിച്ച് കാണിട്ട്, കെമിക്കൽസ് അല്ലെ അപ്പൊ ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് എന്താണ് സർഫസുകളിലെ അല്ലെങ്കിൽ എക്യുപ്മെന്റുകളിലേക്ക് മൈക്രോബ്സുകളെ, രോഗകാരികളെ നശിപ്പിക്കാനായി സാധിക്കുന്നു. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ചോദിക്കാട്ടോ. നമ്മുടെ സാനിറ്റൈസറിലും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെന്റിംഗ് മെത്തേഡ് ഏതാണ് എന്ന് ചോദിക്കാം. വേരിയസ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ചോദിക്കാം. ഓക്കെ, ഐസൊലേഷൻ അല്ലെ. എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് ക്ലിയർ അല്ലേ? സ്റ്റെറിലൈസേഷൻ
സ്റ്റെറിലൈസേഷൻ. എന്താണ്? സോറി, ഐസൊലേഷൻ. Isolation is the application of isolating precaution designed to transmit microbes by common routes in hospital. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ സൂക്ഷ്മാണുക്കൾ പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ, അവരെ മാറ്റി താമസിപ്പിക്കുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അവരെ നമ്മ ഒറ്റക്ക് ഒരു റൂമിലാണ് അല്ലെ താമസിപ്പിക്കുന്നത്. ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടിയാണോ? അല്ല അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് സാധാരണ വഴികളിൽ കൂടെ അല്ലെ, റൂമില്, സ്വിച്ചുകളില്, ഹാൻഡ് റെയിലില്, അങ്ങനെ മറ്റ് സാധാരണ വഴികളിൽ കൂടെ എന്താണ് സൂക്ഷ്മാണുക്കൾ പകരുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഐസൊലേറ്റ് പ്രക്രിയയാണ്, ഒരു ഐസൊലേറ്റ് അപ്ലിക്കേഷൻസ് ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ബിക്കോസ് agent and host factors are more difficult to control, interruption of transfer of microbes is directed mainly by transmission. എന്താണ് ഈ ഏജന്റ് അല്ലെ, ഇൻഫെക്ഷൻസ് പകർത്തുന്ന ആ ഒരു ഏജന്റിന് അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റ്, ആദ്യത്തെ ഫാക്ടേഴ്സ്, ഘടകത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് അവരെവിടെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള രോഗി എവിടെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഏതൊക്കെ രീതിയിലൂടെ പകരുന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു ഏജന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റ് ഫാക്ടറിനെ അല്ലെ, ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, ഡിഫിക്കൽട്ടുള്ള. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കറക്റ്റ് രീതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നതിനെ തടയുക എന്നുള്ളതാണ് അല്ലെ. ഈ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ സർഫസുകളിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് അല്ലെങ്കിൽ എക്യുപ്മെന്റുകളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് തടയുക എന്നുള്ളതല്ലേ നമുക്ക് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്, ആണോ? അപ്പൊ അതിനുവേണ്ടി നമ്മ എന്ത് ചെയ്യാം? അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, ഒറ്റക്ക് ഒരു റൂമില് താമസിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അടഞ്ഞാണ് അല്ലെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സിനെ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഘടകത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയുക എന്നുള്ളതാണ്. അപ്പൊ അതിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അല്ലെ, എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷസ് കേസസ് ഇൻ ഹോസ്പിറ്റൽ. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്ക് എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യാ, ഹോസ്പിറ്റലില് ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആ ഒരു രോഗിയെ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക എന്നുള്ളത്. സ്പെസിഫിക് ഏരിയയില് ഐസൊലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഹാൻഡ് വാഷിംഗ്. Hand washing frequently is called as the single most prime measures to lessen the risk of transmitting skin microbes from one person to another or from one side to another. നമുക്ക് ഒരാളിൽ നിന്ന്, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെ, ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് ഇൻഫെക്ഷൻസ് പകരുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രൈം മെഷർ അല്ലെ, മോസ്റ്റ് പ്രൈം മെഷേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഹാൻഡ് വാഷിംഗ് അല്ലെ. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക എന്നുള്ളത് ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു റിസ്ക് കുറയ്ക്കാൻ അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മ കുട്ടികളെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ ഒപ്പം മക്കളുണ്ടെങ്കിൽ പറയാറുണ്ട് അല്ലെ,
അവിടെ തൊടല്ലേ, ഇവിടെ തൊടല്ലേ, അകസ്വരങ്ങൾ തൊടല്ലേ പറയാറുണ്ടാകുന്ന. ചിലര് കൊണ്ടുപോയി എന്താണ് ഇച്ചിരി കഴിയുമ്പോ കൊണ്ടുപോയി കൈയൊക്കെ കഴുകിക്കാറുണ്ട് അല്ലെ. ടോയ്ലറ്റിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വാഷിനൊക്കെ ഇട്ടല്ലേ. അപ്പൊ എന്താണ് ആ ഒരു ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് ആ ഇൻഫെക്ഷൻസ് പകരുന്നതിനുള്ള ആ ഒരു അപകടം അല്ലെ, ആ ഒരു റിസ്ക് തടയുന്നതിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെഷറാണ് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക എന്നുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് thorough manner as possible between patient contacts and after contact with the blood, body fluids, secretion, excretion and equipment articles contaminated by them is a prime factor of infection control and isolation precautions. എന്താണ് നമ്മുടെ ഒരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ അല്ലെങ്കിൽ സെക്രീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്ക്രീഷന് കൊണ്ടോ അല്ലെ. സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ തുപ്പൽ, ഉമിനീര് അല്ലെ, അങ്ങനെയുള്ള സെക്രീഷൻസ്. എക്സ്ക്രീഷൻസ് എന്ന് പറഞ്ഞാൽ വിസർജനം അല്ലെ, യൂറിന്. അപ്പൊ അങ്ങനെയുള്ള വിസർജനം. അപ്പൊ അങ്ങനെയൊക്കെ ടച്ച് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അല്ലെ. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ കൈ കഴുകുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എക്യുപ്മെന്റുകൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട് അല്ലെ. എക്യുപ്മെന്റുകളുടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങള് അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ ഏതെങ്കിലും ഒരു അതിന്റെ വയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷന് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് തൊട്ടതിന് ശേഷം എന്ത് ചെയ്യാം, കൈ കഴുകുക അല്ലെ. ഇത് is a prime factor of infection control and isolation precautions. Isolation precaution infection control ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രൈം ഫാക്ടർ ആണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാന രീതിയാണ് ഇങ്ങനെയുള്ള ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ കണ്ടിട്ടില്ലേ, ചിലപ്പോ രോഗികളെ തൊട്ടതിന് ശേഷം അല്ലെ തൊടുന്നതിന് മുമ്പ് അവരുടെ റൂമിൽ തന്നെയുള്ള ആ ഒരു ഇവിടെ പോയി കൈ കഴുകുന്നതൊക്കെ കണ്ടിട്ടില്ലേ, ടാപ്പിലൊക്കെ വാഷ് ബേസിനിൽ പോയി കഴുകുന്ന. അപ്പൊ എന്താണ്, ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും ശേഷവും അല്ലെ. തൊടുന്നതിന് മുമ്പ് എന്തിനാ വേണ്ടിയിട്ട് കൈ കഴുകുന്നത്, വേറൊരു രോഗിയെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിലൊക്കെ ടച്ച് ചെയ്ത് അവരുടെ കയ്യിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും ശേഷവും. അതല്ല എന്താണ്, നമ്മുടെ ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്, സെക്രീഷൻ, എക്സ്ക്രീഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും തൊട്ട് നമ്മുടെ കൈകളൊക്കെ മലിനമായിട്ട് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റുകൾ ഏതെങ്കിലും രീതിയിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ കൈകൾ കഴുകുക. ഇത് എന്താണ്, ഐസൊലേഷൻ മുൻകരുതലിന്റെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ഒരു പ്രധാന ഘടകമാണ് അല്ലെ, മെഷറാണ് ഈ ഒരു ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ല ഇത്രയും ഭാഗം? നെക്സ്റ്റ് എടുക്കാലോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. PPE stands for ചോദിക്കാം, personal protective equipment. PPE consists of items such as gloves, gowns, masks and eyewear used to make blockades that protect skin, clothing, mucous membrane and the respiratory tract from infectious agent. എന്താണ്, നമ്മുടെ ഗ്ലൗസുകൾ, എന്താണ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഗ്ലൗസ് പെടുന്നുണ്ട്, ഗൗൺസ് പെടുന്നുണ്ട് അല്ലെ, നമ്മുടെ ക്ലോത്തിങ് ഒക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഗൗൺസുകള്, അപ്രോൺസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗൗൺസുകള്, മാസ്കുകൾ അല്ലെ, നമ്മൾ മൂക്കിനെയും വായിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, മൂക്കിലേക്ക് വായിലേക്കൊക്കെ ഇൻഫെക്ഷൻസ് പോവാതിരിക്കുന്നതിന് വേണ്ടി. പിന്നെ എന്താണ്, ആന്റി ഐവിയർ, നമ്മുടെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഗൂഗിൾസ് പോലെയുള്ളതൊക്കെ അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് പോലെയുള്ളത് ധരിക്കാറുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ ഫേസ് ഷീൽഡ് ഒക്കെ.
ഗൂഗിൾസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള IVR യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സ്കിന്നിലെ, നമ്മുടെ ക്ലോത്തങ്, നമ്മുടെ ഡ്രസ്സില്, അല്ലെങ്കിൽ നമ്മുടെ മുക്കസ് മെമ്പറൈനില്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തില്, റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഇൻഫെക്ഷൻസ് ഏജന്റ് കിടത്താത്ത വിധം അതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇത്തരം PPE ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗൗൺസുകള്, ഗ്ലൗസുകള്, മാസ്കുകള്, IVRs ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നില്, ക്ലോത്തിങ്ങില്, മുക്കസ് മെമ്പറൈനില്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ഇൻഫെക്ഷൻസ് എന്താണ് കിടക്കുന്നത് അല്ലെ, ഇൻഫെക്ഷൻസ് പ്രവേശിക്കുന്നത് തടസ്സം സൃഷ്ടിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മുക്കസ് മെമ്പറൈൻ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കില്, വായയില് ഒക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇൻഫെക്ഷൻസ് കിടക്കാത്ത വിധം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ശ്ലേഷ്മ പാളിയാണ് മുക്കസ് മെമ്പറൈൻ. ശ്വാസനാളത്തെയും നമ്മുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ശ്ലേഷ്മ പാളി. അപ്പൊ ആ ഒരു ശ്ലേഷ്മ പാളിയിലേക്ക്, നമ്മുടെ ക്ലോത്തിലേക്ക്, സ്കിന്നിലേക്ക്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഇൻഫെക്ഷൻ ഏജന്റ് കിടക്കാത്ത വിധം ഈ ഗൗൺസുകള്, ഗ്ലൗസുകള്, മാസ്കുകള്, IVRs പ്രൊട്ടക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഗ്ലൗസ്. Besides hand washing, gloves play a pivotal role in the possibilities of transmission of microorganisms. എന്താണ്? നമ്മുടെ കൈ കഴുകുന്നത് കൂടാതെ, ഹാൻഡ് വാഷിംഗ് കൂടാതെ എന്താണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് പടരുന്നത് തടയുന്നതിനുള്ള എന്താണ് ഒരു പിവോട്ടൽ റോൾ അല്ലെ, പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ഈ ഒരു ഗ്ലൗസുകൾ വഹിക്കുന്നു. ഓക്കെ, കൈ കഴുകുന്നത് കൂടാതെ അല്ലെ, ക്ലിയർ ആണോ? കൈ കഴുകുന്നത് കൂടാതെ നമ്മ പറഞ്ഞു, കൈ കഴുകി നമുക്ക് ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു കൈ കഴുകുന്നത്, ഹാൻഡ് വാഷിംഗ് കൂടാതെ നമ്മുടെ ആ ഒരു മൈക്രോ ഓർഗാനിസംസ്, രോഗകാരികള് നമ്മുടെ ശരീരത്തിൽ പകരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുന്നതിനുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രവർത്തനം കൂടി എന്ത് വഹിക്കുന്നുണ്ട്? ഈ ഗ്ലൗസുകൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, അഡീഷണൽ പ്രിക്കോഷൻസ് അല്ലെ, മറ്റു മുൻകരുതലുകൾ, അഡീഷണൽ ആയിട്ട് എടുക്കുന്ന മറ്റു മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എയർബോൺ പ്രിക്കോഷൻസ് അല്ലെ, നമ്മുടെ എയർബോണിലൂടെ, വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള എയർബോൺ പ്രിക്കോഷൻസ് എന്താണ്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻസ് അല്ലെ, എന്താണ്? ആ ഒരു രോഗിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനുള്ള അല്ലെ, ഇൻഡിവിജ്വലൈസ് ആയിട്ട് താമസിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള വെന്റിലേഷനോട് കൂടിയാണ് അല്ലെ. സഫിഷ്യന്റ് വെന്റിലേഷൻ വേണം അല്ലെ, എയർ കടക്കണ്ടേ? അപ്പൊ ആവശ്യത്തിന് വെന്റിലേഷനോട് കൂടിയ ഇൻഡിവിജ്വലൈസ്ഡ് റൂം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ, ഡോർ ക്ലോസ്ഡ് അല്ലെ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം? പോസിബിൾ ആയിട്ടുള്ള നെഗറ്റീവ് പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ ഡോർ, പിന്നെ കൂടാതെ എന്ത് ചെയ്യാം? ഡോർ ക്ലോസ് ചെയ്യാം അല്ലെ. ഡോർ തുറന്നിടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ, ഡോർ ക്ലോസ് ചെയ്തിടാം. പിന്നെ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷത്തിലും കുറവ് പ്രഷർ ആയിരിക്കണം ആ ഒരു റൂമില് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാണ്? സാധാരണ കുറവിലും പ്രഷർ കൊടുക്കുമ്പോൾ മറ്റ് ഏരിയാസിൽ നിന്ന്, പ്രഷർ കൂടുതലുള്ള ഏരിയാസിൽ നിന്ന് ഈ റൂമിലേക്ക് വായു കിടക്കും. പക്ഷെ ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് വായുവിന് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നിന്ന് കിടന്നാൽ എങ്ങനെയാണ്? ആ ഒരു ഐസൊലേറ്റ് ചെയ്ത റൂമിൽ നിന്ന് എയർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കിടന്നാൽ എങ്ങനെയാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യോ? സ്പ്രെഡ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് പോസിബിൾ ആണെങ്കിൽ, നമുക്ക് അങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് പ്രഷർ ഉള്ള റൂം അവർക്ക് കൊടുക്കുക, കൂടാതെ ഡോറ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്.
നെക്സ്റ്റ് പറയുന്നത് high efficiency mask should be worn by staff before entering room. അല്ലെ, ആ ഒരു റൂമിലേക്ക് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്ന ആ ഒരു വ്യക്തിയുടെ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫുകള് എന്ത് ചെയ്യാണ്? ഹൈ എഫിഷ്യൻസി മാസ്കുകൾ അല്ലെ, N95 അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ പോലെയുള്ള ഹൈ എഫിഷ്യൻസി മാസ്കുകൾ ധരിക്കുക. നമുക്ക് കൊറോണയുടെ സമയത്ത് കുറെ ക്ലോത്ത്സിന്റെ മാസ്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി അല്ലെ, നമ്മുടെ ഡ്രസ്സിന് മേച്ചൊക്കെ മാസ്കുകളൊക്കെ ധരിച്ച ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായില്ലേ? അത് ശരിക്കും നമുക്ക് നല്ലതാണോ? ഫേസ് ഷീൽഡ് നല്ലതാണ് അല്ല അല്ലേ? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ നോട്ട് ഗുഡ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ക്ലോത്തിങ് മാസ്കുകൾ അല്ലാതെ N95 അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ അല്ലെങ്കിൽ നമ്മുടെ മുഖം മൊത്തം കവർ ചെയ്യുന്ന കണ്ണും മൂക്കും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകളൊക്കെ ആ ഒരു റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ ധരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, patient should be kept in the confined room. അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ മൂവ്മെന്റ് ആ ഒരു റൂമിൽ മാത്രം പരിമിതപ്പെടുത്തുക അല്ലെ. ഒരു രോഗിയെ നമ്മൾ ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചു, പക്ഷെ അവരൊരു തിരിയേറി ഇരുന്നിട്ട് മറ്റു പേഷ്യന്റിന്റെ കൂടെ ഇടപെടുക, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തു വരാം, ഭക്ഷണം കഴിക്കാൻ പുറത്തു വരാം, ചെക്കപ്പിന് വേണ്ടി പുറത്തു വരാം, അത് ശരിയാണോ? അപ്പോഴും മറ്റുള്ളവരെ സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ആ ഒരു പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് അല്ലെ, ചലനങ്ങള് ആ ഒരു റൂമിൽ മാത്രമായി, അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ആ ഒരു റൂമിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് അല്ലെ. എന്താണ്? തുള്ളികളിൽ കൂടെയുള്ള ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രിക്കോഷൻസ്. സെപ്പറേറ്റ് റൂം ഫോർ പേഷ്യന്റ് ഇഫ് അവൈലബിൾ അല്ലെ. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു റൂം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? വേറൊരു റൂമിൽ ഐസൊലേറ്റ് ചെയ്ത് അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ദി ഹെൽത്ത് കെയർ. ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാല് നെയ്തെടുത്ത മാസ്കുകൾ, നമ്മളിപ്പോ പറഞ്ഞില്ലേ തുണി കൊണ്ടുള്ള മാസ്കുകള്, അങ്ങനെയുള്ള മാസ്കുകളല്ലാതെ സ്പ്ലാഷസിനെ അല്ലെ, തുള്ളികളെ ചെറുത്ത് നിൽക്കുന്ന സ്പ്ലാഷസ് ഡ്രോപ്ലെറ്റുകളൊക്കെ ചെറുത്ത് നിൽക്കുന്ന സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകള് നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫുകള് ധരിക്കുക. പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യൻസിന്റെ ചലനങ്ങള് നിയന്ത്രിക്കുക. Patients is directed to wear a standard surgical mask whenever he or she leaves the room. ആ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലോ എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷനില് ആ ഒരു റൂമിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നു കഴിഞ്ഞാല് അവര് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? സർജിക്കൽ മാസ്കുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ അവര് ധരിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇത്ര ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. എന്താണ്? കോണ്ടാക്റ്റിലൂടെ, നേരിട്ടുള്ള ടച്ചിലൂടെ അല്ലെ, പടരുന്നത് തടയുന്നതിനുള്ള മുൻകരുതലുകള്. സെപ്പറേറ്റ് റൂം ഫോർ ദി പേഷ്യന്റ് ഇഫ് അവൈലബിൾ. നമുക്ക് ഈ ഒരു 3 അഡീഷണൽ പ്രിക്കോഷൻസിലും പറയുന്നത് ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ്? അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, സെപ്പറേറ്റ് റൂമില് അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. Staff should wear gloves when they enter the room. അവിടുത്തെ നമ്മുടെ പേഷ്യന്റിന്റെ വൈറ്റൽസ് എടുക്കാനോ അവരുടെ ചെക്കപ്പിനോ അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ കൊടുക്കാനോ ഒക്കെ നമ്മുടെ സ്റ്റാഫുകൾ എൻറ്റർ ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യാ? സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും കയ്യിൽ എന്താണ്? ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം.
Staff should wear a gown during patient's contact or contact with contaminated surface or material. എന്താണ് പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും അവരെ കൊണ്ട് ആ ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള സർഫസുകളോ മെറ്റീരിയലൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും ഗൗൺസുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അല്ലെ ആ ഒരു പേഷ്യന്റിന് തൊടുന്നതിന് മുമ്പും തൊട്ടതിന് ശേഷവും നമ്മുടെ കൈകള് ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ കഴുകുക. നെക്സ്റ്റ് ലിമിറ്റ് പേഷ്യൻസ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് എന്താണ് ആ ഒരു റൂമിന് പുറത്തേക്ക് പോകാതെ അല്ലെ ആ ഒരു റൂമിന്റെ ഔട്ട്സൈഡിലേക്ക് പോകാതെ ആ റൂമിന് ഉള്ളിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക അല്ലെ പരിമിതപ്പെടുത്തുക. ഓക്കെ, മോളിൽ പറഞ്ഞ തന്നെയാണ് അല്ലെ താഴെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ആന്റി മൈക്രോബിയൽ സർഫസസ്. ആന്റി മൈക്രോബിയൽ സർഫസസ് അല്ലെ എന്താണ് നമ്മുടെ സർഫസുകൾ അല്ലെ നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ അല്ലെ നമ്മുടെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റ് തൊടാൻ സാധ്യതയുള്ള അല്ലെ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ആന്റി മൈക്രോബിയൽ ചെയ്യാം അല്ലെ എന്താണ് ഇൻഫെക്ഷൻ ഫ്രീ ആക്കുന്നു അല്ലെ. ഓക്കെ, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നു. സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലെ റൂംസില് നോർമൽ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അല്ലെ സർഫസുകൾ ഏതൊക്കെയാണ്? ബെഡ് റെയിൽസ് അല്ലെ നമ്മുടെ എന്താണ് ബെഡ് റെയിൽസ് മിസ് പറഞ്ഞിട്ടുണ്ട്, ഇൻ പേഷ്യന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പേഷ്യന്റ് വീഴാതിരിക്കാൻ അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ കട്ടിലിന്റെ അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാവാറുണ്ട് അല്ലെ പൊക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ബെഡ് റെയിൽസ്, കോൾ ബട്ടൺസ് അല്ലെ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിൽ എന്താണ് നമ്മുടെ നഴ്സിനെ വിളിക്കാനുള്ള കോൾ ബട്ടൺസ്, ടച്ച് പ്ലേറ്റ്സുകൾ അല്ലെ ചെയേഴ്സ്, ഡോർ ഹാൻഡില് അല്ലെ നമ്മുടെ ഡോറിന്റെ പിടികള്, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് ട്രെയിൽസ്, ഇൻട്രാവീനസ് ഫോഴ്സുകള് അല്ലെ. ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഐവിയൊക്കെ ഇടുന്ന സ്റ്റാൻഡ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ഗ്രാബ് റെയിൽസ്, ഇൻട്രാവീനസ് ഫോഴ്സുകള്, ഡിസ്പെൻസേഴ്സ് അല്ലെ ആൽക്കഹോൾ ജെല്, പേപ്പർ ടവല്, സോപ്പ്, ഡ്രസ്സിംഗ് ട്രോളീസ് ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ് ആർ നോട്ട് ടു ബി കണ്ടാമിനേറ്റഡ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പൊതുവായിട്ട് നമ്മുടെ പേഷ്യൻസ് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ ഇൻഫെക്ഷൻ ചെയ്യുക. Hence, touch surface in hospital rooms can act as source or reservoirs for the spread of bacteria from the hands of healthcare workers and visitors to patients. So keep the surface free of microorganisms. അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള സർഫസുകൾ ടച്ച് ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മുടെ ആ ഒരു എന്താണ് മൈക്രോബ്സുകൾ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ എന്താണ് നമ്മുടെ കയ്യിലൂടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും വിസിറ്റേഴ്സിന്റെ ഒക്കെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നു അല്ലെ. ആ ഒരു പേഷ്യൻസ് ഇത്തരം പ്രതലത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കൈകളിലൂടെ നമ്മളിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയില്ലേ ആണോ? അതുകൊണ്ടല്ലേ നമ്മുടെ മക്കളോട് പറയുന്നത് അവിടെ തൊടലേ ഇവിടെ തൊടലേ എന്നൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ പറയുന്നത് ആണോ? അപ്പൊ ആ ഒരു സ്ഥലങ്ങളില് നമ്മുടെ പേഷ്യൻസ് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും മറ്റ് വിസിറ്റേഴ്സിനും അവരുടെ കൈകളിലൂടെ ഇത്തരം പ്രതലത്തിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സർഫസുകൾ നമ്മൾ എന്ത് ചെയ്യുക മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് വിമുക്തമാക്കുക അല്ലെ, ഫ്രീ ആക്കുകയാണ്, വിമുക്തമാക്കുക. ഓക്കെ, ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. ക്ലിയർ ആണോ ഇത്രയും? നെക്സ്റ്റ്
നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നമ്മുടെ ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനാവശ്യമായ പോളിസികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഒരു കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നോക്കാം ശ്രദ്ധിക്കട്ടെ. അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Infection Control Committee, infection component of this patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control, its monitoring, reporting, research and education. അല്ലെ എന്താണ് നമ്മുടെ പേഷ്യന്റിന്റെ അല്ലെ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമ്മുടെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് അല്ലെ അവരെ ആ ഒരു എന്താണ് അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും ബാധിക്കില്ല അല്ലെ അവരെ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മുടെ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെ തടയുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പോളിസികള് അല്ലെ നയങ്ങള് നമ്മുടെ ഹോസ്പിറ്റലില് സ്ഥാപിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. കൂടാതെ അവര് സ്ഥാപിച്ച അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അവര് നടപ്പിലാക്കിയ മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു പോളിസികൾ ശരിയായ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കുന്നുണ്ടോ അല്ലെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അവരെന്ത് ചെയ്യണം, മോണിറ്ററിങ് ചെയ്യണ്ടേ, നിരീക്ഷിക്കണം, അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ഓരോ പുതിയ പുതിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ കുറിച്ച് റിസർച്ചുകൾ നടത്തണം അല്ലെ. കൂടാതെ മറ്റുള്ളവർക്ക് അതിനെ കുറിച്ചൊരു വിദ്യാഭ്യാസം അതിന് നൽകണോ, എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ, പബ്ലിക്കിന്, പേഷ്യൻസിന്, ഹെൽത്ത് കെയർ മറ്റു വർക്കേഴ്സിന് അല്ലെ. നമ്മൾ ഈ കൊറോണനെ കുറിച്ചും കൊറോണ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ മാർഗങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം ആരാ പറഞ്ഞേ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണല്ലേ, ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ. ഒരുപാട് റീൽസുകൾ, ഒരുപാട് വീഡിയോസ് അല്ലെ, ഒരുപാട് പരസ്യങ്ങൾ അല്ലെ, ആണോ, ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇവരുടെ ഡ്യൂട്ടി, എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അല്ലെ നമ്മുടെ ആരോഗ്യ പരിചരണ ഫെസിലിറ്റിയില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ ഇൻഫെക്ഷൻസിനെ അല്ലെ അണുബാധയെ അല്ലെങ്കിൽ രോഗകാരികളെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പോളിസികള് നയങ്ങള് സ്ഥാപിക്കുകയും അത് ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ അവര് നടപ്പിലാക്കിയ അല്ലെങ്കിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത പോളിസികള് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ടോ അല്ലെ അവരത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അതിന് വേണ്ട റിപ്പോർട്ടിംഗ് നൽകുകയും പുതിയ പുതിയ എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും പിന്നെന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ മറ്റു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഈ ഒരു ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള അവബോധങ്ങൾ അല്ലെ അവയർനെസ് നൽകുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. എന്താണ് എന്നൊരു ഷാറില്ല എല്ലാവർക്കും? ഒക്കെ വന്നുണ്ടോ? ചോറുന്ന നിന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് ആരൊക്കെയുണ്ട് എടുക്കട്ടെ മിസ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചെയർപേഴ്സൺ, ഹെഡ് ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വരുന്നത് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് അല്ലെ തലവനായിരിക്കും ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് പറയുന്നത് മെമ്പർ സെക്രട്ടറി. അതിലെ മെമ്പർ സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് അല്ലെ. അവരെന്തായിരിക്കും? സയന്റിസ്റ്റ് ആയിരിക്കും. എന്താണ് നമ്മുടെ ഓർഗാനിസംസിനെ കുറിച്ച് അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തുന്ന, സ്റ്റഡീസുകൾ, റിസർച്ചുകളൊക്കെ നടത്തുന്ന ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും ഇതിന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെമ്പേഴ്സ് റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? മറ്റ് മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുള്ള പ്രതിനിധികൾ, റെപ്രസെന്റേറ്റീവ്സ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. എന്താണ്? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെ വേണ്ടേ? മെഡിക്കൽ ഫാക്കൽറ്റീസ് വേണ്ടേ ഓരോ ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ അല്ലെ. അപ്പൊ റെലവന്റ് മെഡിക്കൽ ഫാക്ടേഴ്സ്, പ്രസക്തമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ്, ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. സപ്പോർട്ട് സർവീസസ് അല്ലെ, നമ്മുടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതിലുള്ള അല്ലെ സപ്പോർട്ടീവ് സർവീസസുകൾ ഏതൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും, CSSB നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ അല്ലെ. പിന്നെ ഹൗസ് കീപ്പിംഗും സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ് അല്ലെ. ഇപ്പൊ എന്താണ്? നമ്മുടെ ഐസൊലേറ്റ് ഒക്കെ ചെയ്ത് താമസിപ്പിക്കുന്നതിന് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡിസൈൻ ചെയ്യേണ്ടി വരും അല്ലെ, റൂമുകളൊക്കെ അതേപോലെ ആണോ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുണ്ടായിരിക്കും. ഫാർമക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു സയന്റിസ്റ്റ് ആണ്. who study how drugs affect living system, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസംസ് അല്ലെ, അവരില് മരുന്നുകൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് റിസർച്ചുകൾ നടത്തുന്ന സയന്റിസ്റ്റ് ആണ് ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. മരുന്നുകളെ കുറിച്ചൊക്കെ റിസർച്ചുകൾ നടത്തുന്ന ആൾ. അങ്ങനെയുള്ള ഫാർമക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും. സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കും. കൂടാതെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഓക്കെ, ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിക്കാട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്, അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ആരാണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാട്ടോ. അപ്പൊ അത് രണ്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കെ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ക്ലിയർ ആണോ? ഓപ്പറേഷൻ തിയേറ്റർ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകള്. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു ചെറിയൊരു സെക്ഷനുള്ള റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്പുകളും മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സിന് എടുക്കാനായിട്ട് ഈ ഒരു ചാപ്റ്ററില്. റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കൂടാതെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ. അപ്പൊ മിസ് അത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മിസ് നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. വില്ലേജ് വേസ്റ്റ് തുടങ്ങിയില്ലേ? ആദ്യ മിസ് തുടങ്ങിയല്ലോ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, 14th ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു ഓൾ.